ബേജാറാകേണ്ട, നമുക്ക് എല്ലാവർക്കും ബ്യൂട്ടി സിൽക്സിലേക്ക് പോകാം. അവിടെ ആകുമ്പോ എല്ലാവരുടെ ഇഷ്ടം പോലെ വെറൈറ്റി കളക്ഷനും ഉണ്ട്. വലിയ വിലയാവില്ല. നിങ്ങൾക്ക് ഇനാവ് കണ്ട പെരുന്നാൾ കുപ്പായവുമായി ബ്യൂട്ടി സിൽക്സ് നിങ്ങൾക്കായി കാത്തിരിക്കുന്നു. ഇനി കുടുംബത്തിന് മുഴുവൻ പുത്തനെടുപ്പ് വാങ്ങാം, കുടുംബ ബഡ്ജറ്റിൽ കവിയാതെ തന്നെ. BSNL സ്റ്റാർ വുമൺ എംപ്ലോയി 2025 തെരഞ്ഞെടുത്തവരിൽ വടക്കാഞ്ചേരിക്കാരിയും പ്രതികൂല ജീവിത സാഹചര്യങ്ങളെ തരണം ചെയ്ത് BSNLന് മികച്ച നേട്ടം കൈവരിച്ചു നൽകിയതിനാണ് കല്ലമ്പാറക്കാരിയായ നൂർജഹാനെ ജില്ലയിലെ സ്റ്റാർ വുമൺ എംപ്ലോയിയായി തെരഞ്ഞെടുത്തത്. ഈ വർഷത്തെ സ്റ്റാർ വുമൺ ഓഫ് എംപ്ലോയി ആയിട്ടാണ് എന്നെ തെരഞ്ഞെടുത്തത്. ഞാൻ മാത്രമല്ല, എക്സിക്യൂട്ടീവ് നോൺ എക്സിക്യൂട്ടീവ് 2 വിഭാഗമുണ്ട്. അതിൽ രമ മാഡത്തിനെയാണ് എക്സിക്യൂട്ടീവ് വിഭാഗത്തിൽ എടുത്തിരിക്കുന്നത്. ഞാൻ നോൺ എക്സിക്യൂട്ടീവ് ആണ്. ആ വിഭാഗത്തിലാണ് എന്നെ എടുത്തിരിക്കുന്നത്. പിന്നെ കഴിഞ്ഞ വർഷം ഫെബ്രുവരിയിലാണ് ഞാൻ റീറ്റെയിൽ മാനേജറായിട്ട് പ്രൊമോഷനായിട്ട് കയറിയത്. ആദ്യം ATT ആയിരുന്നു. ഹസ്ബൻഡ് മരിച്ചതിന് ശേഷം എനിക്ക് കിട്ടിയ ജോലിയാണ്. അപ്പോൾ ATT ആയിട്ട് കയറി. പിന്നെ ട്രെയിനിങ് പ്രോഗ്രാം ഉണ്ടായിരുന്നു, എക്സാം ഉണ്ടായിരുന്നു. അതിൽ ഇന്ത്യയിൽ തന്നെ ടോപ്പ് 1 ആയിട്ടാണ് ഞാൻ പാസ്സായത്. അതിലെനിക്ക് അഭിമാനമുണ്ട്. അതിന് ശേഷമാണ് റീറ്റെയിൽ മാനേജർ പോസ്റ്റ് കിട്ടുന്നത്. അത് മാർക്കറ്റിംഗ് സെക്ഷനാണ്. എൻ്റെ വിഭാഗം ചേലക്കര, പഴയനൂർ, തിരുവല്ലാമല എന്നുള്ള ഭാഗമുള്ള ഓഫീസ് തൃശ്ശൂരാണ്. അപ്പോൾ അതിന് വർക്ക് ചെയ്തതിന് ശേഷം കിട്ടിയതാണ് ഈ ഒരു അവാർഡ്. വയ്യാത്തൊരു മോളുണ്ട്. പിന്നെ താഴെ 2 കുട്ടികളാണ്. രണ്ടാമത്തെ മോൾ ഓസ്ട്രേലിയയിലാണ്, മോൻ ബാംഗ്ലൂർ പഠിക്കായിരുന്നു. അപ്പോൾ വയ്യാത്ത മകളെ വെച്ചിട്ടാണ് ഞാനിതെല്ലാം ചെയ്യുന്നത്. അപ്പോൾ എന്താ പറയുക, മോളെ വീട്ടിൽ തനിച്ചാക്കിയിട്ടും വീട്ടിലാളെ ഏൽപ്പിച്ചിട്ടും എനിക്ക് പോകേണ്ടി വന്നിട്ടുണ്ട്. പോകുമ്പോഴെല്ലാം മോളെ കുറിച്ചുള്ളൊരു വ്യാകുലത ഉണ്ടെങ്കിലും എനിക്കെൻ്റെ കർമ്മം അതിലൊരു പ്രതിസന്ധി വരാൻ പാടില്ല എന്ന് എനിക്കൊരു ഉറച്ച തീരുമാനം ഉണ്ടായിരുന്നു. ഓട്ടിസം ബാധിതയായ 35 വയസ്സുള്ള കുട്ടിയെ പരിചരിക്കുന്നതോടൊപ്പം ജില്ലയിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച് BSNLന് നേട്ടം കൈവരിക്കുവാൻ പ്രവർത്തിച്ചതിനാണ് കല്ലമ്പാറക്കാരിയായ ചേനോത്തുപറമ്പിൽ വീട്ടിൽ നൂർജഹാനെ ജില്ലയിലെ സ്റ്റാർ വുമൺ എംപ്ലോയിയായി തെരഞ്ഞെടുത്തത്. BSNL കേരള സർക്കിൾ തൃശൂർ ജില്ലയിൽ നിന്നും 2 പേരെയാണ് സ്റ്റാർ വുമൺ എംപ്ലോയിയായി തെരഞ്ഞെടുത്തത്. ഇതിലൊരാളാണ് നൂർജഹാൻ. സ്വകാര്യ ടെലിഫോൺ കമ്പനികൾ നൂതന സാങ്കേതിക വിദ്യകൾ ഉപയോഗപ്പെടുത്തി ടെലികോം മേഖല കൈയടക്കുമ്പോൾ പൊതുമേഖലാ സ്ഥാപനമായ BSNL ഇവയോടെല്ലാം മത്സരിച്ച് തിരിച്ചുവരവിന്റെ പാതയിലാണ്. നഷ്ടത്തിൽ നിന്നും കയറി 262 കോടി രൂപ ലാഭത്തിലെത്തിക്കുവാൻ BSNLന് കഴിഞ്ഞു. സംസ്ഥാനത്ത് 90% ടവറുകളും ഇതിനോടകം 4Gയിലേക്ക് മാറിക്കഴിഞ്ഞു. മറ്റു സ്വകാര്യ കമ്പനികൾ വിദേശ കമ്പനികളെ ആശ്രയിച്ച് ഹൈസ്പീഡ് ഇന്റർനെറ്റ് വാഗ്ദാനം ചെയ്ത് ആളെ കൂട്ടുമ്പോൾ ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്ത 4G ടെക്നോളജിയിലാണ് പ്രവർത്തനമെന്നത് ഏതൊരു ഭാരതീയനും അഭിമാനം പകരുന്നതാണ്. നിലവിൽ BSNL പഴയ കോപ്പർ ബ്രോഡ്ബാൻഡ് സർവീസ് നിലവിലുള്ള നമ്പർ മാറ്റാതെ തന്നെ അതിവേഗത്തിൽ ഫൈബർ ആക്കിക്കൊണ്ടിരിക്കുകയാണ്. കൂടാതെ റൂറൽ ഏരിയയിൽ ഉൾപ്പെടെ സിമ്മുകൾ വിതരണം ചെയ്ത് BSNL ഉപഭോക്താക്കളെ ചേർക്കുന്ന പ്രവർത്തനവും പുരോഗമിക്കുകയാണ്. ഇതിലെല്ലാം നൂർജഹാന്റെ സേവനവും വിലപ്പെട്ടതാണ്. ചേലക്കര, പഴയന്നൂർ, തിരുവല്ലാമല മേഖല കേന്ദ്രീകരിച്ചാണ് നൂർജഹാൻ നിലവിൽ പ്രവർത്തിക്കുന്നത്. BSNL ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഊന്നൽ നൽകുന്നത് FTTH കണക്ഷനും സിമ്മുമാണ്. ഇപ്പോൾ 4G എന്ന് പറയുന്നത് കേരളത്തിൽ എല്ലാവർക്കും 4G ആയിക്കഴിഞ്ഞു. ഇപ്പൊ ഏകദേശം കേരളത്തിലെ 472 ടവറുകളിലും 4G ആയിക്കഴിഞ്ഞു. പിന്നെ അത് കൂടാതെ നമ്മുടെ കേന്ദ്ര ഗവൺമെന്റിന്റെ പ്രത്യേക പരിഗണന ആദിവാസി കോളനികളിലും റൂറൽ ഏരിയകളിലെല്ലാം 4G ടവറുകൾ വെക്കണമെന്നാണ്. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് ഇപ്പം എൻ്റെ ഭാഗം പഴയന്നൂരാണെങ്കിൽ അവിടെ മാട്ടുമൽ കോളനിയിൽ 4G ടവറാണ്. അപ്പൊ ഞങ്ങൾ അവിടെയൊക്കെ മേള നടത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ മാത്രമല്ല, റീറ്റെയിൽ മാനേജേഴ്സായിട്ട് ഒരുപാട് പേരുണ്ട്. പിന്നെ ഞങ്ങളുടെ സാറന്മാർ ഇവരെല്ലാവരും റൂറൽ ഏരിയയിലേക്കാണ് കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കാനുള്ളൊരു ശ്രമം നടത്തുന്നത്. ഏറ്റെടുത്ത ജോലി ആത്മാർത്ഥതയോടെയും അർപ്പണബോധത്തോടെയും ചെയ്തു തീർത്തതിനുള്ള അംഗീകാരമാണ് നൂർജഹാൻ ലഭിച്ചതെന്നും അർഹതയ്ക്കുള്ള അംഗീകാരമാണെന്നും സഹപ്രവർത്തകരായ വടക്കാഞ്ചേരി സബ് ഡിവിഷൻ എഞ്ചിനീയർ BBM സുജിത് ബിയും വടക്കാഞ്ചേരി BSNL ടെലിഫോൺ ടെക്നീഷ്യൻ പ്രമീള OVയും പറയുന്നു. ഞങ്ങളിപ്പോ ഒരു നാട്ടുകാരാണ്. എന്നിരുന്നാലും ഇപ്പൊ ഞാൻ ഇവിടെ വന്ന പിന്നെയാണ് ഞങ്ങൾ ഒരുമിച്ച് വർക്ക് ചെയ്ത് തുടങ്ങിയത്. നന്നായി ആളെന്നില്ല, എനർജറ്റിക് ആയിട്ട് വർക്ക് ചെയ്യുന്ന ആളാണ്. എല്ലാ സ്ഥലത്തും മേളകൾക്കായാലും എത്ര അകലേക്കായാലും വെയിലത്തായാലും ആള് പോയി സംഭവം അറ്റൻഡ് ചെയ്ത്, അതുകൊണ്ടാണ് ആൾക്ക് അർഹതപ്പെട്ടതാണ് ഈ അവാർഡ്. കാരണം ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട്. വീട്ടിലായാലും ഒരുപാട് കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ കഴിഞ്ഞിട്ട് ഈ ജോലിക്ക് വന്ന് ഈ കാര്യങ്ങളൊക്കെ ചെയ്യാന്ന് പറഞ്ഞാൽ ബുദ്ധിമുട്ടുള്ള കാര്യം തന്നെയാണ്. അപ്പോൾ ആളെന്തായാലും ഈ അവാർഡിന് വളരെ
ഇത്രത്തോളം ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു എംപ്ലോയിയെ നമുക്ക് അധികം സ്ഥലത്ത് കാണാൻ കഴിയില്ല. കാരണം പരമാവധി സമയം ഈ ഒരു വർക്ക് ഇത് ചെയ്യുന്നു. പലപ്പോഴും മോണോട്ടോണസ് ആയിട്ടുള്ള വർക്ക്, ഒരു ആവർത്തനഗ്രസ്തത ഉണ്ടാകുന്ന വർക്കുകൾ ഇഷ്ടംപോലെ ഉണ്ട്. അത് ഒരു മടുപ്പില്ലാതെ അത് കണ്ടിന്യൂ ആയിട്ട് ചെയ്തു പോകുന്ന ഒരാളാണ്. അതുപോലെ വളരെ നല്ലതായിട്ട് ഈ വേനൽക്കാലത്തെ വേനലാണെങ്കിലും മഴയാണെങ്കിലും ഏത് അവസ്ഥയാണെങ്കിലും ഞാൻ കണ്ടിടത്തോളം ഏതവസ്ഥയിലും തൻ്റെ വർക്ക് കംപ്ലീറ്റ് ചെയ്യുന്ന എന്തെങ്കിലും ഒരു എക്സ്ക്യൂസ് പറഞ്ഞ് അതിന് ഒഴിവാകുന്ന ഒരു സ്വഭാവം ഞാൻ കണ്ടിട്ടില്ല. VCV ന്യൂസ് വടക്കാഞ്ചേരി. You are watching VCV News.